കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള സമരം വീണ്ടും സജീവമാക്കി കർമ്മസമിതി. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പഴയ ഒപ്പുമരച്ചോട്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബദിയടുക്ക് ഉക്കിനടുക്കയിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് 13 വർഷം പിന്നിടുമ്പോഴും ആശുപത്രി പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദീർഘകാലം നിലനിന്നിരുന്ന പഴയ ഒപ്പുമരച്ചോട് സ്ഥലത്താണ് സമരം. 2013 മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടെങ്കിലും ആശുപത്രി കെട്ടിടം ഇപ്പോഴും അപൂർണതയിലാണ്. കഴിഞ്ഞ വർഷം 50 സീറ്റുകളോടെ MBBS പഠനം ആരംഭിച്ചുവെങ്കിലും കിടത്തി ചികിത്സ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നതും സമരസമിതി സാരഥികൾ ചൂണ്ടിക്കാട്ടുന്നു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ഇവിടെ ഈ പീപ്പിൾസ് സ്ക്വയർ എന്ന് പറയുന്ന ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പഴയ കാലത്തെ ഓർമ്മ പറഞ്ഞാൽ നമ്മുടെ പഴയ ഒപ്പുമരച്ചുവട്ടിന് അടിയിൽ ഞങ്ങൾ സമരം ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യമേഖല പ്രശ്നമാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെ സഹായവും അതുപോലെ തന്നെ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ഇവിടെ ആരംഭിക്കുകയാണ്. സർക്കാർ മേഖലയിൽ മികച്ച ആശുപത്രി ഇല്ലാത്തതുമൂലം ചികിത്സ കിട്ടാതെ നിരവധി പേരാണ് ജില്ലയിൽ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉടൻ ചികിത്സാ സൗകര്യങ്ങൾ അനേകായിരങ്ങൾ വരുന്ന ജില്ലയിലെ സാധാരണക്കാർക്ക് ലഭ്യമാക്കണമെന്നാണ് സമരസമിതി ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.